അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഹിന്ദുത്വ വംശീയത അതിൻ്റെ എല്ലാ അതിർവരമ്പുകളും തകർത്ത് ഇന്ത്യ രാജ്യത്ത് തിമിർത്താടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഒന്നിനു പിറകെ മറ്റൊന്നായി മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നമ്മുടെ രാജ്യത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബരി മസ്ജിദ് തകർത്ത സ്ഥാനത്ത് രാമക്ഷേത്രം നിർമ്മിക്കുകയും പ്രാണപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു കഴിഞ്ഞു. ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. അതിനെ തുടർന്നാണ് വാരാണസിയിലെ ഗ്യാൻവാബി മസ്ജിദിനകത്ത് പൂജാകർമ്മം നിർവഹിക്കുവാൻ വേണ്ടി കോടതി അനുവാദം നൽകുന്നത്. ഉത്തരാഖണ്ഡിൽ UCC നടപ്പിലാക്കി കഴിഞ്ഞു. ഇന്ത്യ രാജ്യത്തൊട്ടാകെ അധികം വൈകാതെ UCC നടപ്പിലാക്കുമെന്നാണ് ഭരണകൂടം അവകാശപ്പെടുന്നത്. അതോടനുബന്ധിച്ച് തന്നെയാണ് ഡൽഹിയിലെ 800 വർഷക്കാലം പഴക്കമുള്ള മെഹ്റോളി മസ്ജിദ് DDA എന്ന് പറയുന്ന ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി തന്നെ തകർത്ത് കളഞ്ഞത്. അതേപോലെ CAA NRC അധികം വൈകാതെ രാജ്യത്ത് നടപ്പിലാക്കുമെന്ന അവകാശവാദവും നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മസ്ജിദുകളും ആരാധനാലയങ്ങളും തകർക്കുന്ന സംഭവങ്ങൾ ഒരു വശത്ത് ആവർത്തിക്കുന്നു. മുസ്ലിം സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നിയമങ്ങൾ നിരന്തരമായി ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഹിന്ദുത്വ വംശീയതയുടെ അജണ്ടകൾ തുറന്നു കാണിക്കുവാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകം കോഴിക്കോട് മറൈൻ ബീച്ച് ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് നടത്തുന്ന ഐതിഹാസികമായ സമ്മേളനം ഹിന്ദുത്വ വംശീയതയ്ക്കെതിരെ സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 14-ാം തീയതി നടക്കുന്ന മഹാറാലിയിലും അതിനെ തുടർന്ന് നടക്കുന്ന ഐതിഹാസികമായ സാഹോദര്യ സമ്മേളനത്തിലും നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യം വളരെ പ്രധാനമാണ്. ഹിന്ദുത്വ വംശീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി രേഖപ്പെടുത്തുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം ഈ സമ്മേളനത്തിലും ഈ റാലിയിലും വളരെ പ്രാധാന്യമറിയിക്കുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകം സംഘടിപ്പിക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.